ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിമോ സിസ്റ്റത്തിനെ പറ്റിയാണ്. മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ മൈമോ എന്ന് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കാം. മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ 3G 4G മൊബൈൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആൻറ്റിന ടെക്നോളജിയാണ്. അപ്പം മൈമോ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ എന്താണ് സീസോ എന്ന് നോക്കാം. സീസോ എന്ന് പറയുമ്പോഴത്തേക്കും സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ട്രാൻസ്മിറ്ററിന് ഒരു ആൻറ്റിനയും റിസീവറിന് ഒരു ആൻറ്റിനയും കാണും. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റമായിരുന്നു നമ്മൾ മുമ്പ് വരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് പകരം നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ മൾട്ടിപ്പിൾ ആൻറ്റിനാസും റിസീവർ സൈഡിലും മൾട്ടിപ്പിൾ ആൻറ്റിനാസും, ട്രാൻസ്മിറ്ററിലും റിസീവർ സൈഡിലും ഒന്നിൽ കൂടുതൽ ആൻറ്റിനാസിനെ കീപ്പ് ചെയ്ത് എടുത്തൊരു സിസ്റ്റമാണ് മിമോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾക്ക് കണ്ടുവന്നൊരു പ്രശ്നം എന്ന് പറയുന്നതായിരുന്നു എന്താണ്, നമുക്ക് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റും കാണും, പിന്നെന്ന് പറയുന്നത് എന്തായിരുന്നു, ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റും കാണും, അല്ലെങ്കിൽ പിന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പാത്തുകളും കാണും. അപ്പോൾ മൾട്ടിപ്പിൾ പാത്ത് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ മൾട്ടിപ്പിൾ പാത്ത് കാരണം നമുക്ക് ഫേഡിങ് ഉണ്ടാകുമായിരുന്നു. ഇതായിരുന്നു സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റത്തിൽ നമ്മൾ കണ്ടുവന്നിരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഫേഡിങ്, ഇൻ്റർഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ മൾട്ടി പാത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മിമോ എന്ന് പറയുന്നത്. അതായത് മൾട്ടി പാത്ത് നമുക്ക് ദോഷം ചെയ്തിരുന്നുണ്ടെങ്കിൽ മിമോയിൽ ഈ മൾട്ടി പാത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ അഡ്വാൻറ്റേജസ് ആക്കി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം. അപ്പോൾ ട്രാൻസ്മിറ്ററിലും റിസീവർ സൈഡിലും ഒന്നിൽ കൂടുതൽ ആൻറ്റിന വെച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ട്രാൻസ്മിറ്റർ റിസീവറിൽ ഒന്നിൽ കൂടുതൽ ആൻറ്റിന വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ വരും. ട്രാൻസ്മിറ്റർ സൈഡിൽ ആൻറ്റിന 1, ആൻറ്റിന 2, അങ്ങനെ N ആൻറ്റിനാസ് വെച്ചു. അതുപോലെ റിസീവർ സൈഡിലും N റിസീവേഴ്സ് വെച്ചു. ഓക്കെ, അതായിരുന്നു മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിസ്റ്റത്തിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ അഡ്വാൻറ്റേജസ്? നമുക്കറിയാം, സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് B log 1 + SNR എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. B log 1 + SNR എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് 3Gയിലും 4Gയിലും ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം 2G ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 3Gയുടെയും 4Gയുടെയും പ്രത്യേകത എന്താണ്, നമുക്ക് ഹയർ ഡേറ്റ റേറ്റ് ഉണ്ട്. നമുക്ക് വീഡിയോ കോൺഫറൻസിങ്ങും യൂട്യൂബ് ലൈവ് വീഡിയോ കോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും ഈ മിമോ സിസ്റ്റം കൊണ്ടാണ് ഇതെല്ലാം പറ്റിയത്. അപ്പം മിമോ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡേറ്റ റേറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പം ഡേറ്റ റേറ്റ് എപ്പോഴായിരിക്കും കൂടുന്നത്? ബാൻഡ് വിഡ്ത്ത് കൂടുമ്പോഴും SNRൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം ചുമ്മാ അങ്ങ് ബാൻഡ് വിഡ്ത്ത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമല്ല. നമുക്ക് ഈ സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാം സ്പെക്ട്രം വാങ്ങിച്ച് ലേലത്തിനൊക്കെ വാങ്ങിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് നമുക്ക് വെറുതെ ചിലവാക്കി കളയാനൊക്കത്തില്ല. അപ്പം മിമോ സിസ്റ്റത്തിനകത്ത് എന്തായിരിക്കും ആ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ബാൻഡ് വിഡ്ത്ത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വരുമ്പോഴത്തേക്കും സിഗ്നലിൻ്റെ പവറും കൂടുന്നുണ്ട്. സിഗ്നലിൻ്റെ പവർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡിവൈസാണ്. സിഗ്നലിൻ്റെ പവർ കൂടുന്നതനുസരിച്ചിട്ട് മൊബൈലിൻ്റെ ചാർജ് കുറയും, ബാറ്ററി ലൈഫ് ടൈം കുറയും. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മിമോയിലെന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ മൈമോയിലെന്ന് പറയുമ്പോഴത്തേക്കും ബാൻഡ് വിഡ്ത്ത് കൂട്ടത്തില്ല, സിഗ്നലിൻ്റെ പവറും കൂടില്ല. ഇത് രണ്ടുമാണ് മിമോ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പം മിമോ സിസ്റ്റത്തിലെന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടി പാത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മിമോ സിസ്റ്റം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഫിഗറിലെന്ന് പറയുമ്പോഴത്തേക്കും ഇത് നിങ്ങളുടെ ട്രാൻസ്മിറ്റർ സൈഡും ഇത് നിങ്ങളുടെ റിസീവർ സൈഡുമാണ്. അപ്പോൾ ട്രാൻസ്മിറ്റർ സൈഡിൽ N നമ്പർ ഓഫ് ആൻറ്റിനാസ് ഉണ്ട്. അതാണ് നമ്മൾ ഓരോ ആൻറ്റിനയിലും വരുന്ന സിമ്പിൾസാണ് X1, X2 അങ്ങനെ XN വരെ. N നമ്പർ ഓഫ് ആൻറ്റിനാസ്. റിസീവർ സൈഡിൽ N നമ്പർ ഓഫ് റിസീവേഴ്സും ഉണ്ട്. Y1, Y2, Y3 അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ സിഗ്നൽ പ്രോസസ്സിങ് യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഡൈവേഴ്സിറ്റി ഗെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം, ഡൈവേഴ്സിറ്റി ടെക്നിക്സ്. അതായത് റിസീവർ സൈഡിൽ if you are using more than one antennas, then we call that receiver diversity is attained. അപ്പോൾ ഒന്നിൽ കൂടുതൽ റിസീവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ വരുന്ന സിഗ്നലിനെ നമുക്ക് കളക്ട് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് സിഗ്നൽ ഏത് റിസീവറിനാണോ കിട്ടിയത് അതിനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അതായിരുന്നു റിസീവർ ഡൈവേഴ്സിറ്റി ഗെയിൻ. അപ്പോൾ മിമോയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഡൈവേഴ്സിറ്റി ഗെയിൻ എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഫേഡിംഗ് ഒക്കെ ഒഴിവാക്കി ബെസ്റ്റ് സിഗ്നലിനെ നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റും.
രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ഡേറ്റ റേറ്റ്. ഡേറ്റ റേറ്റ് എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നമ്മൾ പറയാം. അതായത് നമുക്കിപ്പം ഒന്നിൽ കൂടുതൽ ആൻറ്റിനാസ് ഉണ്ടെന്ന് പറഞ്ഞു ട്രാൻസ്മിറ്റർ സൈഡിൽ. അപ്പോൾ നമുക്ക് n നമ്പർ ഓഫ് സിഗ്നൽസ് നമുക്ക് സെൻഡ് ചെയ്യാം. ആ സിഗ്നൽസിനെയാണ് x1, x2, x3 അങ്ങനെ പാരലായിട്ട് ഡിഫറെൻറ്റ് ഇൻഫർമേഷനെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഡേറ്റ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് സെയിം ഫ്രീക്വൻസിയിലും സെയിം ടൈമിലും നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഇൻഫർമേഷൻസ് ക്യാൻ ബി സെൻഡ് ത്രൂ ദി ട്രാൻസ്മിറ്റർ സൈഡ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്പേസ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയും. സ്പേസ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഈസ് അച്ചീവ്ഡ് ഇൻ മിമോ സിസ്റ്റംസ് എന്ന് നമുക്ക് പറയാം. അതായത് വി വിൽ ബി മൾട്ടിപ്ലക്സിംഗ് പാരലൽ ഇൻഫർമേഷൻസ് ത്രൂ സ്പേസ്. ഇപ്പോൾ 3Gയിലും 4Gയിലും എല്ലാം കണ്ടുവരുന്നത് ഇതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മിമോയുടെ വെച്ചിട്ട് ഒരു സിസ്റ്റം നമ്മളൊരു മോഡൽ ചെയ്യാനായിട്ട് പോവുകയാണ്. മിമോയുടെ ഒരു ഇക്വേഷൻ പോലെ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു ട്രാൻസ്മിറ്റ് സൈഡിൽ n നമ്പർ ഓഫ് അല്ലെങ്കിൽ t നമ്പർ ഓഫ് ചാനൽസ് ഉണ്ടെന്ന് പറഞ്ഞു. t നമ്പർ ഓഫ് ആൻറ്റിനാസ് ട്രാൻസ്മിറ്റ് സൈഡിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ x1, x2 എക്സെട്ര xt ഇത്രയും സിമ്പിൾസിനെയാണ് നമ്മൾ അയക്കുന്നത്. ഈ സിമ്പിൾസിനെ നമ്മൾ മിമോ ചാനലിലേക്ക് അയക്കുന്നു. ഇനി റിസീവർ സൈഡിലും ഇതുപോലെ തന്നെ കാണും. എങ്ങനെയാണ് y1, y2 എക്സെട്ര yr. ഇതിനെ നമ്മൾ ഇത്രയും കൂടെ x1, x2 എക്സെട്ര xt ഇത്രയും സിമ്പിൾസിനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് എടുക്കുന്നു. x ബാർ എന്ന് പറയുന്നു. x ബാർ given to the MIMO channel we get y bar at the receiver. അപ്പോൾ ഇവിടെ ഒരു t ഡയമെൻഷണൽ മെട്രിക്സ് ആയിരുന്നു. അതിനെ നമ്മൾ ഇവിടെ വന്നിട്ടൊരു r ഡയമെൻഷണൽ മെട്രിക്സ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. x ബാറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിറ്റ് വെക്റ്റർ എന്ന് വിളിക്കും. y ബാറിനെ നമുക്ക് റിസീവ് വെക്റ്റർ എന്ന് വിളിക്കാം. ഇതായിരുന്നു ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം റിസീവറിൽ നമുക്ക് കിട്ടുന്ന എന്താണ് ഒരു r ഡയമെൻഷണൽ മെട്രിക്സ്. ട്രാൻസ്മിറ്റർ സൈഡിൽ നമ്മളൊരു t ഡയമെൻഷണൽ മെട്രിക്സ് ആയിരുന്നു അയക്കുന്നത്. അപ്പോൾ r ഡയമെൻഷണൽ മെട്രിക്സിനകത്ത് എന്തൊക്കെയുണ്ട് y1, y2 എക്സെട്ര അപ് ടു yr. അത്തരം സിമ്പിൾസ് ഇവിടെ വരുമ്പോഴത്തേക്കും അയക്കുന്നത് x1, x2 എക്സെട്ര അപ് ടു xr. അതാണ് t സൈഡിൽ വരുന്നത്. അപ്പം ഇത് r ഡയമെൻഷൻ, ഇത് t ഡയമെൻഷനിൽ. സോ നമുക്കിവിടെ കിട്ടുന്ന ഒരു r/t ഡയമെൻഷണൽ മെട്രിക്സ് ആണ് ഇവിടെ ഇനി കിട്ടേണ്ടത്. ഒരു r/t ഡയമെൻഷണൽ മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസിനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. h11, h12 എക്സെട്ര h1t. അടുത്ത h21, h22 എക്സെട്ര അപ് ടു h2t അപ് ടു HR1, HR2 എക്സെട്ര അപ് ടു HRT. അപ്പോൾ ഈ ഒരു r/t മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാനൽ മെട്രിക്സ് എന്ന് വിളിക്കും. ഈ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ ഫ്ലാറ്റ് ഫേഡിങ് ചാനൽ കോഎഫിഷ്യൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിൽ നിന്ന് നിങ്ങൾ y1 എന്താണെന്ന് എഴുതുക, y2 എന്താണെന്ന് എഴുതി നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് എഴുതുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. y1 വിൽ ബി ഈക്വൽ ടു h11 x1 പ്ലസ് h12 x2 പ്ലസ് എക്സെട്ര ht xt. അതായത് എന്താണ് y1 എന്ന് പറയുന്നത് റിസീവ്ഡ് സിഗ്നൽ അറ്റ് റിസീവർ ആൻറ്റിന 1, റിസീവ്ഡ് സിഗ്നൽ അറ്റ് റിസീവർ ആൻറ്റിന 1 which will be equal to the sum of received components from h11 x1 h12 x2 and all. അതായത് x1 x2 x3 എത്ര നമ്പർ ഓഫ് സിഗ്നൽസ് ഉണ്ടോ അതിൻ്റെ എല്ലാം കൂടി ഒരു സമ്മായിരിക്കും, ടോട്ടൽ സമ്മായിരിക്കും നമുക്ക് y1ൽ കിട്ടുന്നത്. അതായത് we can say that all symbols interfere at y1 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ
H11, H12, H12 ഇതിനെ നമ്മൾ പറയുന്നത് ജനറലി നമുക്ക് പറയാം HIJ ഈസ് ദി ചാനൽ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ith receive antenna and jth transmit ആൻറ്റിന എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. HIJ എന്ന് പറയുമ്പോഴത്തേക്ക് H11 എന്ന് പറയുമ്പോഴത്തേക്കും ചാനൽ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ഫസ്റ്റ് റിസീവ് ആൻറ്റിന ആൻഡ് ഫസ്റ്റ് ട്രാൻസ്മിറ്റ് ആൻറ്റിന. H12 എന്ന് പറയുമ്പോഴത്തേക്കും ചാനൽ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ഫസ്റ്റ് റിസീവ് ആൻറ്റിന ആൻഡ് സെക്കൻഡ് ട്രാൻസ്മിറ്റ് ആൻറ്റിന. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് പല ട്രാൻസ്മിറ്ററിൽ നിന്ന് സിഗ്നൽ വരുന്നുണ്ട്. അപ്പം അതിനെ ഏതൊക്കെ രീതിയിൽ അതിനെ ആഡ് ചെയ്തെടുക്കണം, ഏതിനൊക്കെ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതിന് മിനിമം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഗെയിൻ വരേണ്ടതെന്നുള്ളത്, ഏത് ട്രാൻസ്മിറ്ററിൻ്റെ ഗെയിനാണ് കൂടുതൽ എടുക്കേണ്ടത്, ഏതിൻ്റെ കുറച്ചെടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ചാനൽ കോഎഫിഷ്യൻ മെട്രിക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ മെട്രിക്സിന് നമ്മളിങ്ങനെ പറയും മിമോ ചാനൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ഡിനോട്ട് ബൈ H വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ് H11, H12 എക്സെട്ര അപ് ടു H1T, H21, H22 എക്സെട്ര അപ് ടു H2T, HT1, HT2 എക്സെട്ര അപ് ടു HTT. സോറി, HT1 അല്ല വരുന്നത്, HR1 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു R/T മെട്രിക്സ് ആയിരിക്കും വരുന്നത്. സോ ഫൈനലി നമുക്ക് എഴുതാം, ഒരു മിമോ മോഡലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, y ബാർ വിൽ ബി ഈക്വൽ ടു H ഇൻറ്റു X ബാർ പ്ലസ് N ബാർ എന്ന് നമുക്ക് എഴുതാം. അതായത് ഒരു R/T ഡയമെൻഷൻ ആണ് H എന്ന് പറയുന്നത്, X ബാർ എന്ന് പറയുന്നത് T ഡയമെൻഷൻ. ഇനി N ബാർ എന്താണ്? N ബാർ എന്ന് പറയുന്നതാണ് ചാനലിൽ നിന്ന് നമുക്ക് കിട്ടിയ അക്യുമുലേറ്റഡ് നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മിമോ സിസ്റ്റത്തിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി കുറച്ച് സ്പെഷ്യൽ കേസ് ഉണ്ട്. സ്പെഷ്യൽ കേസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഇക്വേഷൻ എന്താണ്, y ബാർ ഈക്വൽ ടു H ടൈംസ് X ബാർ പ്ലസ് N ബാർ. ഓക്കെ, if there is only one transmit antenna എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ഈക്വൽ ടു 1, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ വരും, y1, y2 എക്സെട്ര yr ഈക്വൽ ടു എങ്ങനെ വരും, h1, h2 എക്സെട്ര അപ് ടു hr ഇൻറ്റു x പ്ലസ് n1, n2 എക്സെട്ര അപ് ടു nr. അപ്പം ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്, ഒറ്റ ട്രാൻസ്മിറ്ററേ ഉള്ളൂ. സോ വി കോൾ ഇറ്റ് ആസ് സിംഗിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് റിസീവേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിസ്റ്റം, അല്ലെങ്കിൽ റിസീവർ ഡൈവേഴ്സിറ്റി സിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാം. ഇതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് റിസീവർ ഈക്വൽ ടു 1 ആക്കി എടുക്കുകയാണ്. ഇപ്പം നമ്പർ ഓഫ് റിസീവർ ഈക്വൽ ടു 1 ആകുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ y മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡിലെന്ന് പറയുമ്പോഴത്തേക്കും H1, H2 എക്സെട്ര അപ് ടു HT, ഇപ്പുറത്തെന്ന് പറയുമ്പോഴത്തേക്ക് X1, X2 എക്സെട്ര അപ് ടു XT പ്ലസ് N എന്ന് വരും. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് ട്രാൻസ്മിറ്റേഴ്സ് T ഉണ്ട്. അപ്പം മൾട്ടിപ്പിൾ ഇൻപുട്ട് ഒറ്റ റിസീവറേ ഉള്ളൂ, സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് വിളിക്കും. മൾട്ടിപ്പിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ ഡൈവേഴ്സിറ്റി ഉള്ള സിസ്റ്റമാണ്. ഓക്കെ, ഇനി ഫൈനൽ കേസ് എന്തായിരിക്കും, ഫൈനൽ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്പർ ഓഫ് റിസീവർ ഈക്വൽ ടു 1, ട്രാൻസ്മിറ്റർ ഈക്വൽ ടു 1. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു hx പ്ലസ് n എന്ന് പറയും. നോർമൽ നമ്മളുടെ ഒരു സിസ്റ്റമാണ്, അതിനെ നമ്മൾ സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാന്ന് പറയുന്നത് ഇതാണ്. കൺക്ലൂഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മളുടെ ഒരു MIMO സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിസീവറിൻ്റെ സൈഡിൽ ഒരു R ഡയമെൻഷണൽ വെക്ടർ മെട്രിക്സ് കാണും. അതെന്ന് പറയുന്നത് y ബാർ ആണ്. വേർ y ബാർ ഈക്വൽ ടു എന്തായിരിക്കും? റിസീവർ റിസീവർ സിമ്പിൾസ് y1 y2 y2 അപ് ടു yr. ഒരു R ഡയമെൻഷണൽ സിഗ്നൽ വിൽ ബി ഈക്വൽ ടു h ഇൻറ്റു എക്സ് ബാർ പ്ലസ് നോയ്സ്. h എന്ന് പറയുന്നത് ചാനൽ മെട്രിക്സ് ആണ്. ചാനൽ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്തൊക്കെയായിരിക്കും? h11 h12 എവിടം വരെ h1t. അതായത് ചാനൽ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ഫസ്റ്റ് റിസീവർ ആൻറ്റിന ആൻഡ് ഫസ്റ്റ് ട്രാൻസ്മിറ്റ് ആൻറ്റിന, ചാനൽ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ഫസ്റ്റ് റിസീവ് ആൻറ്റിന ആൻഡ് സെക്കൻഡ് ട്രാൻസ്മിറ്റ് ആൻറ്റിന. അങ്ങനെ അടുത്തപോലെ രണ്ടാമത്തെ റിസീവറിൻ്റെ എഴുതുക. അങ്ങനെ എത്ര റിസീവർ ഉണ്ട്? 6 റിസീവർ. അപ്പം HR1 ലാസ്റ്റ് HR2 എക്സെട്ര അപ് ടു HRT. ഓക്കെ, ഇതാണ് നമ്മുടെ ചാനൽ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് R ക്രോസ് T ആയിരിക്കും. ഇനി ഇൻറ്റു എക്സ് ബാർ എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നൽസ് x1 x2 എക്സെട്ര അപ് ടു XT. T ആൻറ്റിനാസാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ. പ്ലസ് നോയ്സ്. നോയ്സ് എന്ന് പറയുമ്പോൾ N1 N2 റിസീവറിൽ റിസീവ് ചെയ്യുന്ന നോയ്സ് അപ് ടു NR, അതും R ഡയമെൻഷനിലാണ്. അപ്പോൾ ഇതാണ് ജനറലി ഒരു മിമോ സിസ്റ്റത്തിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് മിമോ സിസ്റ്റത്തിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും. അതിൻ്റെ ചാനൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിമോ സിസ്റ്റത്തിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.